ഹായ് ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് റോസ്മേരി വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റാണ്. ആൽപ്സിൻ്റെ കമ്പനിയുടെ റോസ്മേരി വാട്ടറാണ് ഞാൻ ഓർഡർ ചെയ്തത് പർപ്പിൾ എന്ന് പറയുന്ന ഓൺലൈൻ ഷോപ്പി വഴി. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഓപ്പണിംഗ്, അതായത് നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്നുള്ളതാണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കാരണം ഇതിനൊരു പ്രത്യേക സ്ട്രക്ചറാണ്. ഇത് സ്പ്രേ മെത്തേഡാണ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത്, സ്പ്രേ മെത്തേഡ്. അപ്പോൾ ഈ സ്പ്രേ ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇത് ലോക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺലോക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇതെങ്ങനെയാണ് ഈ സ്പ്രേ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പോൾ ഞാൻ മേടിച്ച പ്രൊഡക്റ്റ് ജൂലൈ 2024 മാനുഫാക്ചറിങ് ഡേറ്റ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് യൂസ് ബിഫോർ മാക്സിമം 12 months ബിഫോർ ദ മാനുഫാക്ചറിങ് ഡേറ്റ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്ന് കേൾക്കാം. അക്വ, പ്രൊപ്പാൻഡിയോൾ, പ്രൊപ്പിലീൻ, ഗ്ലൈക്കോൾ, പിന്നെ റോസ്മേരി എസൻസ്, അതായത് അവരുടെ തന്നെ ഒഫീഷ്യലി സീക്രട്ട് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റിൻ്റെ മെയിൻ കണ്ടൻറ്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഞാൻ ഈ സാധനം അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എനിക്കും കുറേ കൺഫ്യൂഷനൊക്കെ വന്നത് എങ്ങനെയാണ് അൺബോക്സ് ചെയ്യുന്നതുള്ളത്. അതായത് അതിൻ്റെ ആ സ്ട്രക്ചർ, ആ സ്പ്രേ മെത്തേഡ് അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ ഈ വീഡിയോയ്ക്ക് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രൊമോഷനിലുപരി, ഇത് പ്രൊമോഷനായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് നിങ്ങളെ ഈ പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്ത് മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് യൂസേജ്, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഓവർനൈറ്റ് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കണ്ണിനോ അല്ലെങ്കിൽ നമ്മുടെ നോസ് ആ ഏരിയയിലേക്കൊന്നും സ്പ്രേ ചെയ്യാതെ ഹെയറിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും, അതായത് ചില ആസിഡിക് ആയിട്ടുള്ള സിട്രിക് ആസിഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ടൻറ്റിനകത്ത്. അപ്പോൾ അതൊന്നും നമുക്ക് എല്ലാവർക്കും ഒന്നും ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഹെയറിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അല്ലാതെ തന്നെ രോമത്തിലോ വേറെ ഏതെങ്കിലും ബോഡി പാർട്സിലുള്ള ഹെയറിലൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ നമുക്കൊരു അലർജറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമ്മളത് ഹെയറിൽ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഉറങ്ങുന്നതിന് ഹാഫ് ഹവറിന് മുമ്പായിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്തൊന്ന് മസാജ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഒരു ഡ്രൈ പ്ലേസിൽ എന്ന് വെച്ചാൽ ഒരുപാട് ഡ്രൈയിലല്ലാതെ മാക്സിമം റൂം ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് സൺലൈറ്റിൻ്റെ എക്സ്പോഷൻ കിട്ടാത്ത രീതിയിൽ തന്നെ ഈ പ്രൊഡക്റ്റ് വെക്കുക. ഇത് ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ പോലും സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹെയറിൽ വെച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കാതിരിക്കുക. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ ഇതേ ഒരു സ്ട്രക്ചറിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സ്പ്രേയുടെ ആ ഒരു ഓപ്പണിങ്ങിനെ കുറിച്ചാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പ്രേയുടെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്യാതെ ഇത് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് കിട്ടുമ്പോൾ പ്രൊഡക്റ്റ് നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഈസി ടു സ്പ്രേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ. നമ്മളതിനായിട്ട് ചെയ്യേണ്ടത്, ഈ പ്രൊഡക്റ്റിൻ്റെ മെയിൻ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടുള്ള അത് ആൽപ്സ് റോസ്മേരി വാട്ടർ, അതിൻ്റെ QR കോഡ് സ്കാനറായിട്ടുള്ള ആ ഒരു പോർഷൻ, അത് നമ്മൾ നമ്മുടെ ചെസ്റ്റിന് ഓപ്പോസിറ്റായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് 2 ഫിംഗറായിട്ട് ഇങ്ങനെ എടുക്കുമല്ലോ, ആ ഒരു നോസിൽസിൻ്റെ താഴെയായിട്ടുള്ള ആ ബോട്ടിലിൻ്റെ സ്പ്രേയുടെ ആ ഒരു പോർഷനിലേക്ക് നമ്മൾ ഫിംഗർ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിനൊരു നോക്കുണ്ട്, ഒരു ലോക്ക് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ആ ലോക്ക് നമ്മുടെ തമ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻസൈഡിലോട്ടൊന്ന് പ്രസ് ചെയ്യണം. ശ്രദ്ധിച്ച് കണ്ടോളുക. എൻ്റെ തമ്പ് കൊണ്ട് ഞാനത്
ഇൻസൈഡിലോട്ടൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് റെഡി ടു യൂസ് ആയി. നമ്മളൊന്ന് സ്പ്രേ ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് 2 സ്പ്രേയിൽ തന്നെ ആ ലിക്വിഡ് ഒന്ന് പുറത്തോട്ട് വരും. അപ്പം ബെസ്റ്റ് ബിഫോർ ഷേക്ക് ആൻഡ് യൂസ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതേപോലെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നവർ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം പോസിറ്റീവ് ആയിരിക്കാം, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് അടിക്കാം. ബാക്കിയുള്ളവർ കൂടെ ഒന്ന് റീച്ച് ആകട്ടെ. എങ്ങനെയാണ് ജസ്റ്റ് ബിഫോർ യൂസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാം, ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കാം. ഈ ഒരു വീഡിയോ ഹൗ ടു യൂസ് അത് ഹെൽപ്ഫുള്ളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ലൈക്ക്, കമൻറ്റ്, ഷെയർ.